ില്ല. പക്ഷേ അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞ സൂറത്തുൽ അംബിയായിൽ പരിശുദ്ധ ഖുർആനിൽ ആ അമ്പിയാക്കളുടെ ചരിത്രം പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു മഹദി, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്മാരുടെയും മഹദിമാരുടെയും എല്ലാം ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. അതുകൊണ്ടാണ് നമ്മള് അമ്പിയാക്കളുടെ ചരിത്രം പറയൽ, അവരുടെ മദ്ഹ് പറയൽ. ഇവിടെ ഇത്രയും നേരം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രം പറയും, മഹാന്മാരെ ഓർക്കും, അനുസ്മരിക്കും. ഔലിയാക്കളുടെ നേതാവായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹബൂബെ സുബ്ഹാനി ഖുത്ബുർ റബ്ബാനി അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകളുടെ മദ്ഹുകൾ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്തുകൊണ്ട്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠാണ്. ആ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഒരു നബിയുടെ ചരിത്രം അല്ലാഹു തആല പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാം. കല്യാണം കഴിഞ്ഞിട്ട് മക്കളാകാത്തവരുണ്ടാകും. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല മക്കളെ കൊടുക്കട്ടെ. മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മക്കളെക്കാൾ വലിയ സമ്പത്ത് ഒരു മനുഷ്യന് സമ്പാദിക്കാൻ കഴിയില്ല. മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളായില്ല എന്ന് കണ്ടാൽ ആ രക്ഷിതാക്കൾക്ക്, ദമ്പതികൾക്ക് വല്ലാത്ത ബേജാറാണ്, വല്ലാത്ത സങ്കടമാണ്. പ്രത്യേകിച്ച് ഈ മറക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാര്, അവരൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ആ കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടാൽ, ഈ സ്ത്രീക്ക് കുട്ടികളായിട്ടില്ല എങ്കിൽ ആ കുഞ്ഞിനെ കാണുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം എനിക്കും ഇതുപോലത്തെ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും ആ കുട്ടിയെ കയ്യിലങ്ങ് പിടിച്ച് താലോലം താലോലം, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ താലോലം പാടുക. അത് എത്ര താലോലം പാടിയാലും ഉമ്മമാർക്ക് അതിലൊരു ക്ഷീണം ഉണ്ടാവില്ല. പണ്ടത്തെ ഉമ്മമാർക്ക്, ഇന്നത്തെ ഉമ്മമാർക്കെല്ലാം കുറച്ച് ക്ഷീണം വരാൻ തുടങ്ങി. അങ്ങനെയാണ്. ഉപ്പമാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും. കുറച്ചെല്ലാം ഇങ്ങനെ താലോലം താലോലം എല്ലാം പാട്ടെല്ലാം തീർന്നാല് പിന്നെ വേഗം കൊണ്ടുപോയിട്ട് ഭാര്യന്റെ കയ്യിൽ കൊടുക്കും. മെയ് നക്ക് മതി, ഇനി നീ പിടിച്ചു, എന്നെ കൊണ്ട് ഇനി സൂതാരക്കാൻ കഴിയാല എന്ന്. അതേ സമയത്ത് പഴയ കാലത്തെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് എത്ര പാട്ട് പാടിയിട്ട് പാട്ട് തീർന്നാലും വീണ്ടും പാട്ടിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. കുഞ്ഞിനെ നിലത്ത് വെക്കാൻ അവർക്ക് തോന്നൂല. പിന്നെ ആ മറ്റേ ജോലികയല്ലേ, ജോലിക നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മലയാളം തീരുന്നത് കൊണ്ട് എനിക്കൊരു സന്തോഷം. അല്ലെങ്കിൽ ഞാൻ ഈ ജോലികനല്ല ഉറുദുല് എങ്ങനെ പറയും? അപ്പോ എന്താ പറയാ ജോലികക്ക് ഉറുദു? അപ്പോ ആ ജോലികയിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിലിങ്ങനെ ആട്ടും. എന്തോ ഒരു സന്തോഷം. അതേ സമയത്ത് ഇന്നത്തെ ഉമ്മമാർക്ക് കുറച്ചൊക്കെ പച്ചലും ക്ഷീണവും തുടങ്ങി. അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് മാപ്പിളന്റെ കയ്യിൽ കൊടുക്കും, ഭർത്താവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കും. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് ക്ഷീണം വന്നാലാണ് ഭാര്യന്റെ കയ്യിൽ കൊടുക്കുക. ഇരിക്കട്ടെ, നമ്മളെ ഈ ഉപ്പള ഈ സ്ഥലത്തുള്ള ഉമ്മമാരൊന്നും അങ്ങനത്തെ ഉമ്മമാരല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാം, ആ സക്കരിയ നബി അലൈഹിസ്സലാമിന് വലിയ ആഗ്രഹമാണ് കുട്ടി ഉണ്ടാകണം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്ക് പ്രസവിക്കാൻ കഴിയണില്ല. ആ ഭാര്യ പ്രസവിക്കൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയതാണ്. ആ സമയത്ത് പോലും ഒരിക്കലും നിരാശരായില്ല നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന് ഒരു ഖജനാവ് പരിചയമുണ്ട്. അത് മനുഷ്യന്റെ ഖജനാവല്ല, സൃഷ്ടാവായ റബ്ബിന്റെ ഖജനാവാണ്. ആ അല്ലാഹുവിന്റെ ഖജന